ഞാൻ ഈ കോംപ്ലിമെൻ്ററി ടിക്കറ്റൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാന്നല്ലേ, നമുക്കൊരു ക്രിസ്മസ് എക്സിബിഷൻ കാണാൻ പോയാലോ? നമ്മുടെ ആമിക്കുട്ടി ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് നമുക്ക് ഈ കോംപ്ലിമെൻ്ററി കൂപ്പൺ നമുക്ക് ഒരു സ്ഥലത്ത് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലോട്ട് വന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ എക്സിബിഷൻ നടക്കുന്നത് ഒരു ഇൻഡോർ ആയിട്ടുള്ള ഇവരുടെ ഒരു ഇവൻറ്റ് സെൻറ്ററിലാണ്. ദ ഗ്രേറ്റ് യോർക്ക്ഷയർ ക്രിസ്മസ് ഫെയർ എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ ഡയറക്റ്റായിട്ട് കയറുമ്പോഴത്തേനും ഇവിടെ കുറച്ച് ഇവരിങ്ങനെ സെയിലിന് വേണ്ടിയിട്ട് ഇച്ചിരി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടിക്കറ്റ്സ് കാണിച്ചിട്ട് ഉള്ളോട്ട് കയറാം. ഇത് നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ വയ്ക്കുന്ന കുറേ ടൈപ്പ് ലൈസസ് അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളാണ്. പിന്നെ നല്ല ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് സോപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മേടിക്കാം. ഇതിലധികം ജെലാറ്റിൻ കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണെന്നാണ് അവിടെ അവർ പറയുന്നത്. പിന്നെ ഇത് കുറച്ച് നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ആണ്. ഇവിടെ ഉള്ളവർ ഗോൾഡ് അധികം തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് അധികം ഇങ്ങനെ മെറ്റലിലും സിൽവറിലും ഒക്കെ ഉള്ള സംഭവങ്ങളാണ്. അത്ര ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷെ ഓക്കെ, അങ്ങനത്തെ ഒരു റേറ്റിലാണ് എല്ലാം വരുന്നത്. ഇത് നമുക്ക് ഹോം ഡെക്കേഴ്സ് ഐറ്റംസ് ആണ്. കുറച്ച് ലൈറ്റ്സ് അങ്ങനെയൊക്കെ നമ്മളതൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടു. അവരവിടെ ഒരു ബാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ വേറൊരു ഫുഡിൻ്റെ കൗണ്ടറൊക്കെയാണ് പോയത്. നല്ല ഫിഷ് കേക്ക്സ്, സമൂസ, റോൾസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഡെയിലി വെയറിന് പറ്റുന്ന ജ്വല്ലറീസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഇവരുടെ കുറച്ച് പിക്കിൾസ്, ബട്ടർ സ്പ്രെഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ ബട്ടർ സ്പ്രെഡ് നല്ലതായിരുന്നു. ഒക്കെ ഒരു മിനിമൽ റേറ്റ് ആണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ ഈ വില്ലേജേഴ്സ് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസാണ് അടുത്ത സ്റ്റോളിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ടു. പിന്നെ ഇതുപോലെ തന്നെ ഹോം ഡെക്കേഴ്സ്, ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരുപാട് ലൈറ്റ്സ്, പിന്നെ നമ്മളെ ഈ വാൾസിലൊക്കെ തൂക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇവരുടെ ഒരു ക്യാൻഡിലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ക്യാൻഡിൽ കാണാൻ. പിന്നെ ഇവിടെ ഒരു മസാജറിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇരുന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ സംഭവം അടിപൊളിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പപ്പി. പക്ഷെ ആ പപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ വയറിൻ്റെ അവിടെ ഇങ്ങനെ പൊങ്ങും താഴും ചെയ്യും. അപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേനും ഇത് കുറച്ച് ഒറിജിനലാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതെന്തൊരു മോട്ടോർ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് പോയത് ഇവരുടെ ഈ ഫർണിച്ചർ ഡിസ്പ്ലേ യൂണിറ്റിലോട്ടാണ്. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. നമുക്കിപ്പോൾ ഒരു പുതിയ വീടൊക്കെ മേടിച്ചവർക്കാണെങ്കിൽ നമുക്ക് ഈ ചാരിറ്റിയിൽ നിന്നൊന്നും മേടിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള പീസസ് ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല നല്ല സംഭവങ്ങളായിരുന്നു എല്ലാം. ഇത് ഇവർ തന്നെ നമുക്ക് ഹോം ഡെലിവറി ചെയ്തു തരും. പിന്നെ ഇതൊരു ചെറിയൊരു സ്നാക്കിൻ്റെ, അതായത് സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സിൻ്റെ ഒരു കൗണ്ടർ. പിന്നെ ഇതൊരു പിക്കിൾ കൗണ്ടറാണ്. അവിടെയൊക്കെ നമുക്ക് ഇവർ ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഷീപ്പിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് ഈ ഷീപ്പിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചായിരുന്നു ഈ ഷീപ്പിനെ. പിന്നീട് പോയത് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഹോം ഡെക്കേഴ്സ് അതിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ്. നന്നായിട്ടുണ്ടായിരുന്നു അവരെല്ലാം ചെയ്തത്. ഒരുപാട് പണിപ്പെട്ട് ചെയ്ത വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നല്ല ഐറ്റംസ് ആയിരുന്നു ആ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ടോയ്സ്, കോട്ട്, പിന്നെ ഫ്രോക്ക് ഐറ്റംസ്, സ്കേർട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇത് കുറച്ച് ലൈറ്റിങ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ്, അങ്ങനത്തെ നല്ല ഓരോ സിമ്പിളായിട്ടുള്ള കുറച്ച് പീസസ്. ഈ സ്റ്റാൾ നല്ല സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഈ ഇറാനി ഡിസൈൻസ് ഒക്കെ വരുന്ന ലൈറ്റ്സ്, പ്ലേറ്റ്സ് അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ജ്വല്ലറീസ്, അതായത് 90s ഉള്ള അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ജ്വല്ലറീസാണ് ഇവരുടെ ഈ കളക്ഷൻസിൽ വരുന്നത്. പേൾസ് വെച്ചിട്ട് പിന്നെ കുറേ ടൈപ്സ് ബീഡ്സ് വെച്ചിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലെമൺസ്, സിട്രസ് ഫ്രൂട്ട് അതൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരിത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം വീട്ടിലൊക്കെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഫുഡിന് ആ സ്മെല്ല് അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിത് മേടിച്ചില്ല. ജസ്റ്റ് നമുക്ക് നല്ല മണമായിരുന്നു അത് അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ. പിന്നെ ഇത് വേറൊരു ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് അവിടെ ഭയങ്കര റഷായിരുന്നു. നമ്മൾ മിൽക്കിൽ ജസ്റ്റ് ഇവരുടെ ഈ ഒരു ആയുർവേദിക് പൗഡർ പോലത്തെ ഒരു സംഭവം, ടെർമറിക്കൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അത് അവർ നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവരിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യായിരുന്നു. പിന്നെ ഇതൊരു ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു സ്റ്റോളാണ്.
അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, ഒക്കെ നമുക്ക് മിനിമൽ റേറ്റിലാണ്. 5 പൗണ്ട് 10 പൗണ്ട് അങ്ങനെയൊക്കെ. പിന്നെ 1 പൗണ്ടിനടക്കം ഇവരുടെ ഡോൾസൊക്കെ ഉണ്ട് ക്രിസ്മസിന് പറ്റിയത്. അങ്ങനെ അതൊക്കെ കണ്ട് ക്ഷീണിച്ച് നമ്മൾ ലാസ്റ്റ് ഫുഡ് കോർട്ടിലോട്ട് പോയി. നല്ല വിശാലമായ ഫുഡ് കോർട്ടാണ്. നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചിട്ട് പിന്നെ ബില്ല് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് തന്നെ ബുഫറ്റ് പോലെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം വേണ്ട റേറ്റ് പേ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്നാക്സ്, കേക്ക്സ്, പിന്നെ നമ്മുടെ കുറച്ച് പൈസ് ഐറ്റംസ്, പിന്നെ കട്ട് കേക്ക്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് അവരുടെ ബുഫറ്റ് കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡ്രിങ്ക്സൊക്കെ എടുക്കാം. പിന്നെ നേരെ കുറച്ച് എല്ലാം അവരുടെ കോണ്ടിനെൻ്റൽ ഫുഡ്സാണ്. നമ്മുടെ ഇന്ത്യൻ ഫുഡ്സൊന്നും അധികം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ വരുന്നത് ചിപ്സ്, പിന്നെ അതുകൂടാതെ തന്നെ ഇവരുടെ ബേക്ക്ഡ് പൊട്ടറ്റോസ്, സാലഡ്സ്, സാൻഡ്വിച്ചസ്, പിന്നെ അതുകൂടാതെ തന്നെ ടർക്കി, പിന്നെ നല്ല ഗ്രിൽഡ് ചിക്കൻ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് വന്നത്. നമ്മൾ കുറച്ച് ഫ്രൈഡ്സും പിന്നെ അതുകൂടാതെ തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും പിന്നെ 2 സാൻഡ്വിച്ചും റോളുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഫെയറൊക്കെ കണ്ട്.